മൂടി വെക്കാം. ചോറും കുറച്ച് മീൻ വറുത്തതിൻ്റെ കഷ്ണം, മാങ്ങയും മീൻ വറുത്തത്, മീൻകറി, ചോറ്. തേങ്ങാപ്പാലൊക്കെ മീൻകറി എൻ്റെ വീട്ടിലുണ്ടാക്കണം. അതിൻ്റെ 7 അയലത്തെത്തൂല ഇത്. ബട്ട് ഇറ്റ്സ് ഗുഡ് ഗൈസ്. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് മെയിനായിട്ട് സൺഡേ ആണ്. സോ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. കാരണം കുറച്ച് അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ടോ. എന്താ മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് മീനുണ്ട്. സോ നമുക്ക് മീൻകറി, മീൻ വറുത്തൊക്കെ ഉണ്ടാക്കിയാലോ. അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 9:30 ആയിട്ടുണ്ടാവും. ഞാനിനിയിപ്പോൾ വീഡിയോ എടുത്തിങ്ങനെ ടൈം പോണത് അറിയൂല. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയാ. നിങ്ങൾ എത്ര പേർക്കുണ്ട് ഇങ്ങനെ പുറത്തൊക്കെ നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയാവണം? എനിക്കറിയില്ല, എനിക്ക് എന്തോ വലിയ താല്പര്യമില്ല ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ എന്നാൽ എനിക്ക് വിശക്കുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുള്ള വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കോൾഡ് ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോൾഡ് ബൂസ്റ്റ് അല്ലെങ്കിൽ കോൾഡ് കോഫി എനിക്ക് നല്ല എൻ്റെ ഫേവറേറ്റ് ഞാൻ കാണിച്ചു തരാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഗൈസ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നും, പക്ഷെ നല്ല ടേസ്റ്റാണ്. ആൻഡ് ഇത് ലൈക്ക് തുറക്കട്ടെ കാണിച്ചു ഗൈസ്. അമ്മ ഗൈസ് ഇതാണ് സംഭവം. ഗൈസ് ടേസ്റ്റ് ഗൈസ്. ഹലോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ കുക്കിംഗ്. സോ നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് എന്താവും. ഓക്കെ ഗൈസ്, നമ്മൾ സവാള ഇങ്ങനെ നമ്മൾ കൈ മുറിയാണ്ട് കഴിയണം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. നമുക്ക് നടുക്കോളം മുറിച്ചെടുക്കണം. സവാള മറിച്ച് നമുക്ക് ഈ മാങ്ങയിലെ കുറച്ച് കഷ്ണങ്ങൾ ഇടണം. കാരണം മാങ്ങ ഇട്ടാൽ കുറച്ചൊരു പോലെ എനിക്ക് നല്ല ഇഷ്ടമാണ് മാങ്ങ ഇട്ട മീൻകറി. അപ്പം നമുക്ക് ഇത് മുറിക്കാം ഗൈസ്. ചെറുതായിട്ട് ചോര വന്നു ഗൈസ്. എന്നാലും നമുക്കത് ഇത് നല്ല കട്ടിയുള്ള തൊലിയാണ്. ഞാനിതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആലോചിക്കും കേട്ടോ, ഒരു 3-4 കൊല്ലം ഇങ്ങനെ വീട്ടിലാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു പണിയും ചെയ്യേണ്ട, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. നമുക്ക് രാവിലെ ഉച്ചക്ക് വൈകിട്ടൊക്കെ ഫുഡ് കിട്ടും. പക്ഷെ നമ്മളിങ്ങനെ പുറത്തേക്ക് മാറുമ്പോഴാണ് നമ്മൾക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം എന്നുള്ള സ്റ്റേജ് വരുമ്പോഴാണ് അതിപ്പോൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയതായാലും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാണ്ട് നമുക്ക് ഇഷ്ടംപോലെ പണികളുണ്ടാവും, വർക്ക് ഉണ്ടാവും. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ ഈ വീഡിയോസും കൂടി ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ബിസി, എന്നെ തന്നെ ഇങ്ങനെ ബിസിയാക്കി വെക്കുമ്പോൾ കുറച്ചുകൂടെ അത് നമ്മൾക്ക് കുറച്ചുകൂടി ഈ നെഗറ്റീവ് തോട്ട്സിൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. സോ നിങ്ങളെല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ഇത് മതി വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പം ഇതിങ്ങനെ കിട്ടിയത് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ നമ്മളുടെ ചട്ടി ഏകദേശം ചൂടാക്കി നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. ഓക്കെ, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കാം. അപ്പം കടുക് ഇടുമ്പോൾ ഫ്ലെയിം പറ്റും. ചൂടായിട്ട് ഇതാണ് നമ്മുടെ കടുക് കാണാൻ പറ്റുന്നത് ഗൈസ്. ഓക്കെ, ഇതിനകത്തേക്ക് ഇടാം. എന്താവുന്നതല്ല പൊട്ടിയാൽ മതി ഗൈസ്. നമ്മൾ കടുകോളോടെ എല്ലാം പൊടിച്ചിട്ട് നമ്മൾ സവാള ഇടണം. മാങ്ങ ഇപ്പിടൂല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. നമ്മൾ സവാള മാങ്ങയിൽ നിന്ന് വേർതിരിച്ച് ഇടുവാണ്. ഓക്കെ, ഞാൻ ലോക്ക്ഡൗണിനാണ് ഒരു മാങ്ങക്കറിയല്ല മീൻകറി ഉണ്ടാക്കിയത്. പക്ഷെ അത് എനിക്ക് ഇഷ്ടമായി. ഇതൊക്കെ എഴുമ്പോൾ ഒന്നുമില്ലാതെ പറഞ്ഞു, എനിക്കറിയില്ല. നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ചെയ്യണം. മാങ്ങ മതി. ഇതൊന്ന് വാടിയിട്ട് നമുക്ക് വാടിയിട്ട് കാണാം. ഈ സവാള 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപ്പിടുകയാണെങ്കിൽ സവാള വേഗം വാടോട്ടാം. ഞാൻ ഇതിൽ കുറച്ച് മസാലകളുള്ളൂ. കാരണം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എന്താണ് മസാല പരത്തിയിട്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൽ കൂടുതൽ മസാല ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് വേറെ എന്തെങ്കിലും. ഓക്കെ, ഞാൻ ലേശം ഉപ്പിടുന്നുണ്ട് ഒന്ന് വാടാൻ വേണ്ടിയിട്ട്. ഞാൻ അധികം ഇടണില്ല കാരണം സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടാൻ. ഞാൻ ഉള്ളി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ ഗൈസ്.
ഇതാണ് നമ്മൾ വാങ്ങിയ പേസ്റ്റ്. ഓക്കെ, ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇതെന്തോരം വേണം ഗൈസ് ഒന്നും എനിക്കറിയില്ല. മീനിൽ ഓൾറെഡി മസാല ഉള്ളതുകൊണ്ട് ഞാൻ അധികം മസാല ഇടുന്നില്ല, ഒരു കുറച്ച് ഇടണുള്ളൂ. ഓക്കെ, മുളക് പൊടി ഇത്ര കളർന്നിരിക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇത് മുളക് പൊടി വേണം, കാരണം എനിക്ക് മീൻകറി നല്ല റെഡ് കളറാണ്. സോ മുളക് പൊടി നല്ല വേണം. ഇനി ഐ തിങ്ക് ഈ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ മാങ്ങ ഇടേണ്ടത്. അല്ലെങ്കിൽ വെള്ളം തിളച്ചിട്ടിട്ട് മതിയോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ പുളിവെള്ളം നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ ഗൈസ്. ഓക്കെ, ഇത് കൊളയാലും നമ്മൾ തന്നെ ഇത് കൂട്ടും ഗൈസ്. ഇതിപ്പം തന്നെ ഒരു മീൻകറിൻ്റെ ഒരു ഇതൊക്കെ ആവുമല്ലോ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് താക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഓക്കെ, കുറച്ച് അമ്മ നമ്മളോട് പറഞ്ഞത് അധികം വെള്ളം വേണ്ടെന്നാണ്. അപ്പം നമുക്ക് അധികം വെള്ളം ഒഴിക്കണ്ട, എന്നാലും എനിക്ക് പറയണം. ഓക്കെ ഗൈസ്, നമ്മൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മീൻകറിൻ്റെ പരുവമാവുമെന്നൊന്നും നമുക്കറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഏകദേശം മീൻകറിയുടെ ഒരു ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മാങ്ങ ആണല്ലോ വാങ്ങിപ്പോരും കണ്ടോ ഗൈസ്. മാങ്ങ എൻ്റെ അമ്മേൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിലും മീൻകറിൻ്റെ ടേസ്റ്റ് ആവുന്നുണ്ട് ഗൈസ്. എനിക്ക് മാങ്ങ നല്ല ഇഷ്ടമാണ്. ഇനി മാങ്ങ ഇതിൽ കിടന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മളുടെ മീൻ ഇടാം. ഓക്കെ, ഇതാണ് ഗൈസ് മീൻ. ഓക്കെ, അപ്പം ഇത് നമ്മൾ കൂടുതലും അമ്മേൻ്റെ ഇൻസ്ട്രക്ഷനിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ മീനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റോളം വേവിക്കണം എന്നാണ് പറഞ്ഞത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ചാറ് മീനിൽ മുങ്ങിക്കണം. അതെനിക്ക് തോന്നുന്നു ചട്ടിയിലല്ല അങ്ങനെ പറ്റുള്ളൂ. അപ്പം ഇതെന്തായാലും ആവട്ടെ ഗൈസ്, നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, കയ്യിലെടുത്ത് ടേസ്റ്റ് ചെയ്തോ. ഓക്കെ, നമുക്ക് ഇത്തിരി ചാറ് മാത്രം. എനിക്ക് നല്ല പുളിയുള്ള മീൻകറി നല്ല ഇഷ്ടമാണ് ഗൈസ്. നല്ല പുളിയിലാണ്, മാങ്ങയും ഇട്ട് പുളിവെള്ളവും ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ്. മൂടി വെക്കാം, ഇതാവട്ടെ ഗൈസ്. ഇനി നമുക്ക് കുറച്ചും കൂടി പണികളുള്ളൂ, മീൻ വറക്കണം. ഓക്കെ, അപ്പം മീൻ വറക്കാനായിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫൈനലി നമ്മളുടെ മീൻ വറുത്തത് ഇവിടെ സെറ്റായിട്ടുണ്ട്. അതായി വരട്ടെ ഗൈസ്. ഓക്കെ, നമ്മൾ മീൻകറിയും വെച്ചു, മീൻ വറുത്തതും വെച്ചു, ചോറ് വെച്ചില്ല. അതല്ലേ വേണ്ടത്, നമുക്ക് ചോറ് വെക്കാം ഗൈസ്. നമുക്ക് അരി കഴുകാം. ഓക്കെ, ഈ അരിയിലൊക്കെ എന്തോരം അഴുക്കുണ്ടാവും അല്ലേ.
അരിയും അങ്ങനെ വേവിച്ചു. ഓക്കെ ഗൈസ്, അതിനി വേവട്ടെ. ഗൈസ് നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, മീൻ വറുത്തത്, മീൻകറി, ചോറ്, അന്തസ്. ഒരു മലയാളിക്ക് ഇതിനപ്പുറം എന്ത് വേണം അല്ലേ ഗൈസ്? നമ്മളുടെ ഫുഡ് റെഡി ആയിട്ട് നമുക്ക് കഴിക്കാം. നല്ല മണമുണ്ട്. ദിസ് ഈസ് അവർ ഫുഡ്. ഓക്കെ, ചൂടുണ്ട് നല്ല. അയ്യോ, ഓക്കെ എനിക്ക് കഴിക്കാം. കുറച്ച് മീൻ വറുത്തത്, കുറച്ച്. എനിക്ക് പക്ഷേ ചോറിന് ഉപ്പ് വേണം. എനിക്ക് കറിക്ക് എത്ര ഉപ്പുണ്ടെങ്കിലും എനിക്ക് ചോറിന് ഉപ്പില്ലാൻ പറ്റില്ല ഗൈസ്. കുറച്ച് ഗൈസ്, കുറച്ച് ചോറും കുറച്ച് മീൻ വറുത്തതിൻ്റെ കഷ്ണം, മാങ്ങയും. ഭയങ്കര അടിപൊളിയൊന്നും പറയാനുള്ള, ബട്ട് മീൻ കറിന് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണത് തേങ്ങാപ്പാലൊക്കെ മീൻകറി എൻ്റെ വീട്ടിലുണ്ടാക്കണം. അതിൻ്റെ 7 അയലത്തെത്തൂല ഇത്. ബട്ട് ഇറ്റ്സ് ഗുഡ് ഗൈസ്, ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ.